സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സമയം വരെയും നീ ഞങ്ങളെ കരുതി, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളോട് കൂടിയിരുന്നു. മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് എല്ലാം തീർന്നുവെന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടിയിരുന്ന് വഴിയും വാതിലും തുറന്ന് അനുഗ്രഹം ചൊരിഞ്ഞു തന്ന് ആയുസ്സിൻ്റെ അന്ത്യമായി എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും ആയുസ്സിനെ തന്ന് അനുഗ്രഹിച്ച് നടത്തിയ അവിടുത്തെ കരുണകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപയിൽ പൊതിയണം, അവിടുന്ന് സഹായിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് അരുളിച്ചത് സർവശക്തനായ ദൈവമേ, അവിടുന്ന് മാലാഖമാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലായി നിർത്തിയിരിക്കുന്നു എന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കൃപയും കരുണയും നിറച്ച് ഞങ്ങളെ നടത്തണം. പിതാവേ, ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ പ്രസ്ഥാനം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ അത് ഏറ്റവും ഭംഗിയായി എഴുതുവാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ നിൻ്റെ കരുണയാൽ പൊതിഞ്ഞ് ജോലി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നിൻ്റെ സന്നിധിയിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തകർന്ന കുടുംബ ബന്ധങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, മക്കളെ ഒക്കെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടൊരു പകലായി മാറാൻ സഹായിക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്താൽ ഈ മക്കളെല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് പൊതിഞ്ഞ് നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.